പ്രേമലാട്ട, ഇന്നലത്തെ വിമാന ദുരന്തം അത് നമുക്കൊരിക്കലും, കാരണം ഇതുവരെ ഇത്തരം വലിയൊരു ദുരന്തം ഇന്ന് വരെ ആരും അഭിമുഖീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദുരന്തത്തെയാണ് ഈ പൈലറ്റ് തന്നെ നേരിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പൈലറ്റ് ഈ പറന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് 30 സെക്കൻഡിനിടയ്ക്കാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്കാണ് വിമാനം വീണത്. ഏകദേശം 300-ലധികം അടുക്കുന്നുണ്ട് മരണസംഖ്യ എന്ന് പറയുന്നത്. ഈ BJ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗവും പോയിട്ടുണ്ട്. അവിടുത്തെ ചില ആളുകളും മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പൈലറ്റ് ഏറ്റവും അപകടഘട്ടത്തിൽ, അതായത് ഇനി രക്ഷപ്പെടാൻ ഒരു തരത്തിലും കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രം വിളിക്കുന്ന ഒരു പേരാണ് മെയ്ഡേ എന്ന് പറയുന്നത്. ഈ പൈലറ്റിന് ഇത്ര വേഗം മനസ്സിലായി കഴിഞ്ഞോ സർവനാശത്തിലേക്കാണ് ഞങ്ങൾ അടുക്കാൻ പോകുന്നത് എന്നുള്ള, ഇനിയൊരു തിരിച്ചുവരവിൽ ഉണ്ടാകില്ല എന്ന്? അതായത് ഈ വിമാനം ഒരു 11 വർഷം പഴക്കമുള്ള വിമാനമാണെന്നാണ് പറയുന്നത്. ഒരു വിമാനങ്ങളുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അതൊരു പഴക്കമല്ല. അതിലും പഴക്കമുള്ള വിമാനങ്ങൾ നമ്മുടെ വിവിധ ഏജൻസികളിൽ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ കാലപ്പഴക്കമല്ല, പിന്നെ എന്തോ ഒരു സാങ്കേതിക തകരാറാണ് വിമാനത്തിന് സംഭവിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സാധാരണഗതിയിൽ ഇത്തരം വലിയൊരു ദീർഘദൂര യാത്ര, അതായത് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാനമാണ്. അപ്പോൾ പതിവിലും കൂടുതലുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ആ വിമാനം വിധേയമാവുന്നുള്ളത് ഉറപ്പാണ്. അതെ, ചെറിയ ദൂരത്തേക്കാൾ വലിയൊരു യാത്ര, വലിയൊരു ദൂരം സഞ്ചരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും സുരക്ഷാ പരിശോധനകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എഞ്ചിനീയർമാർ ചെക്ക് ചെയ്ത് അത് റെഡി ടു ഫ്ലൈ എന്നൊരു സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ആ വിമാനം പറക്കാൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനിടയിൽ പറ്റിയ എന്തോ ഒരു തകരാറ്. ഇതിൻ്റെ വീഡിയോ കണ്ട വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ ഈ വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ ഇതിൻ്റെ എഞ്ചിന് എന്തോ സാങ്കേതിക തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കാര്യം, ഈ വിമാനം പറന്നുയർന്ന് ഇതിൻ്റെ അപകടത്തിൽപ്പെടുമ്പോഴും ഇതിൻ്റെ ലാൻഡിങ് ഗിയർ മേലോട്ട് എടുത്തിട്ടില്ല. അതായത് ആ ചക്രങ്ങളുണ്ടല്ലോ, ഒരു വിമാനം ടേക്ക് ഓഫ് പൂർത്തിയായതിനു ശേഷമാണ് ആ ചക്രങ്ങൾ മേലോട്ട് എടുക്കുക. അതിനു പോലുമുള്ള സാവകാശം കിട്ടുന്നതിന് മുൻപാണ് ഈ വിമാനം താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിമാന എഞ്ചിനുകളിൽ വന്ന എന്തോ ഒരു സാങ്കേതിക തകരാറായിരിക്കും. ഇതിനെ ഈ ത്രസ്റ്റ് എന്ന് പറയും. ഈ പറക്കുന്ന ഏത് സാധനത്തെയും മുമ്പോട്ട് തള്ളാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ത്രസ്റ്റ്. ഈ ത്രസ്റ്റ് ഈ വിമാന എഞ്ചിൻ ആവശ്യത്തിനധികം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകില്ല. ആ വിമാന എഞ്ചിന് വന്ന ഒരു തകരാറ്. അതുകൊണ്ടാണ് ഈ പറന്നുയർന്ന ഏതാണ്ട് 30 സെക്കൻഡ് എന്ന് പറയുന്നത് ആ വിമാനം അത്യാവശ്യം ഉയരത്തിലെത്തേണ്ട സമയം ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഏതാണ്ട് 650 അടി മാത്രമേ ഉയരത്തിലെത്തിയിട്ടുള്ളൂ. അതിനുശേഷം ആ വിമാനം താഴേക്ക് പതിക്കുകയാണ്. അപ്പോൾ ആ ഉയരത്തിൽ എത്തി. അപ്പോൾ ഈ പൈലറ്റുമാർ ആ സമയം കൊണ്ട് ഈ വിമാനം ഈ പെഡൽ പോലൊരു സംഗതിയുണ്ട്, ഒരു ലിവർ പോലെ, അത് താഴോട്ട് വലിച്ചാണ് ഈ വിമാനം മേളിലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ആ സമയത്ത് ഇത് പരമാവധി വലിച്ച് ഇത് വിമാനം അതിൻ്റെ ആ മുഖഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ടിലെ ഈ നോസ് എന്ന് പറയും, അത് പരമാവധി മുകളിലേക്കാക്കാൻ വേണ്ടി പൈലറ്റുമാർ കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ടാകും. അപ്പോഴവരുടെ ശ്രമം വിഫലമായി എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലായിരിക്കണം ഈ പൈലറ്റുമാർ ഈ സഹായത്തിന് വേണ്ടി ഈ പറയുന്ന മെയ്ഡേ സന്ദേശം പുറപ്പെടുവിച്ചത്. വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് ഇപ്പോൾ കപ്പൽ അപകടമാണ് സംഭവിക്കുന്നതെങ്കിൽ SOS മെസ്സേജ് എന്നാണ് പറയുക, സേവ് അവർ സോൾസ്. അതേപോലെ വിമാന അപകടം ഉണ്ടാകുമ്പോൾ അപ്പോൾ വലിയൊരു അപകടം മുന്നിൽ കാണുമ്പോൾ പൈലറ്റുമാർ കൊടുക്കുന്ന സന്ദേശമാണ് മെയ്ഡേ. അപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വിമാന എഞ്ചിന് വന്ന ഒരു കുഴപ്പമാണ്, സാങ്കേതിക തകരാറെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വന്ന പിഴവായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് വിദഗ്ധമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ പൂർത്തിയാവുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഈ എഞ്ചിൻ തകരാറാണ്. ഈ എഞ്ചിൻ അതിനാവശ്യമുള്ളത്ര പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതായത് ഈ വിമാനം മുമ്പോട്ട് ഉയർത്തി നിർത്താൻ ആവശ്യമായ എനർജി ഈ എഞ്ചിനുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം വിദഗ്ധന്മാർ പറയുന്നത്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ ബോയിങ് ആണ്. ബോയിങ് 787 സീരീസിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബോയിങ് 787 ഒരു ദുരന്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ബോയിങ് 787 ലയൺ എയർക്രാഫ്റ്റ് 2018 ലയൺ എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഏജൻസി എയർ ഇന്ത്യ പോലൊരു കമ്പനി 2018 ഒരു അപകടം പറ്റിയിരുന്നു. എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം ഇതേപോലെ 2019 മാർച്ചിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. അതായത് ഒരു 5 മാസ ഇടവേളയിൽ ഏതാണ്ട് 346 പേരുടെ ജീവൻ നഷ്ടമായ 2 അപകടങ്ങളാണ്. അപ്പോൾ ഈ 2 അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ബോയിങ് ഈ ശ്രേണിയിലുള്ള
വിമാനങ്ങളെ മുഴുവൻ അടിയന്തര പരിശോധനകൾക്കായിട്ട് താഴെ ഇറക്കാൻ പറഞ്ഞു. അതായത് സർവീസുകൾ, ഈ ബോയിങ്ങിൻ്റെ ഈ ശ്രേണിയിലുള്ള വിമാനങ്ങൾ സർവീസ് നടത്തരുത് കുറച്ച് കാലത്തേക്ക്. അങ്ങനെ ഏതാണ്ട് 2019 മാർച്ച് 2020 ഡിസംബർ കാലയളവിൽ ഈ ബോയിങ് വിമാനങ്ങൾ ഒരു ഏജൻസിയും ഉപയോഗിച്ചിരുന്നില്ല. ഈ ശ്രേണിയിൽപ്പെട്ടത് സുരക്ഷാ പരിശോധനകൾ നടത്തി അവർ ഒരുപാട് നോക്കിയിട്ടും എന്താണ് ഇതിൻ്റെ തകരാറെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ MACS, അതായത് മാനുവറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു സംവിധാനം ഈ ബോയിങ്ങിൽ, ആ ഡ്രീം ലൈനർ, ഈ 787 സീരീസിൽ ബോയിങ് വിമാന കമ്പനി ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഈ വിമാനം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഈ തുലനാവസ്ഥ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ പൈലറ്റുമാരുടെ ജോലി ലഘൂകരിക്കാൻ വേണ്ടി അതിൽ ഏർപ്പെടുത്തിയ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഇത്, ഈ ഓട്ടോ പൈലറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇത് ആണ് ഈ അപകടം ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇത് ആ ഒരു തകരാർ പരിഹരിക്കുകയും ചെയ്തിരുന്നു ഈ ബോയിങ് കമ്പനി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട വിമാനമടക്കം അതിനുശേഷമാണ് സർവീസുകൾ പുനരാരംഭിച്ചത്. ഈ വിമാനം പറത്തിയ ക്യാപ്റ്റൻ നല്ല അനുഭവ സമ്പത്തുള്ളതാണ്. അയാളുടെ പേര് സുമീത് സഷർവാൾ എന്നാണ് അയാളുടെ പേര്. ഏതാണ്ട് 82,000 അല്ലെ 8,200 മണിക്കൂർ വിമാനം പറത്തിയ ആളാണ്. അയാളുടെ സഹ പൈലറ്റായ ക്ലൈവ് കുന്ദർ എന്ന് പറയുന്ന ആൾക്ക് ഏതാണ്ട് 1,100 മണിക്കൂർ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുമുണ്ട്. അപ്പോൾ അവരുടെ പരിചയക്കുറവല്ല അപകട കാരണം. അവർ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അറിയാവുന്നവരാണ്. അവരത് അവസാന നിമിഷം വരെ അതിന് ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ ഇവരുടെ ശ്രമങ്ങൾക്കും അപ്പുറം ഇത് സാങ്കേതിക തകരാർ വന്നാൽ ഒന്നും ചെയ്യാനൊക്കെ പറ്റില്ല. പ്രത്യേകിച്ച് ഭൂമിക്കും ആകാശത്തിനും ഇടയിലാണ്. അതെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലും കൂടിയാണ്. ഈ അപകടത്തിന്റെ കാഠിന്യം ഇത്ര വർദ്ധിക്കാൻ കാരണം ഇതൊരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ധനം നിറച്ചിട്ടുണ്ടാകും. അതാണ് ഇത് വിമാനം തകർന്ന് വീണ ഉടനെ ഒരു തീഗോളമായി മാറി. നമ്മുടെ മുൻ അനുഭവം ഉണ്ടല്ലോ കോഴിക്കോട്, അവിടെ വിമാനം തീ പിടിക്കാതിരുന്നതാണ് ഒരു പരിധി വരെ ആൾനാശം കുറച്ചത്. 18 പേരെ മരിച്ചിരുന്നുള്ളൂ. അതായത് 172 പേരോടെ നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചു. അവിടെ തീപിടുത്തം ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമായി വിമാനം വീണ ഉടനെ തന്നെ ഒരു തീഗോളമായി മാറി. പക്ഷേ ചിലൊരു സംഗതിയുണ്ട്, ഈ വിമാനം പറന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സാങ്കേതിക തകരാർ വരികയാണെങ്കിൽ ആ വിമാനത്തിൻ്റെ ഇന്ധനം പരമാവധി ചോർത്തി കളഞ്ഞതിന് ശേഷമായിരിക്കും ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് പൈലറ്റുമാർ ശ്രമിക്കുക. പക്ഷേ അതിനുള്ളൊരു അവസരം പോലും അഹമ്മദാബാദിൽ പൈലറ്റുമാർക്ക് കിട്ടിയില്ല. അതാണ് ഈ നമ്മൾ ഈ മെയ്ഡേ എന്ന് പറയുന്നത് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം പൈലറ്റുമാർ വിളിക്കുന്ന ഒരു കാര്യമാണ് മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് മീ, രക്ഷിക്കൂ എന്നാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഇതിന് തകരും, ഇനി രക്ഷപ്പെടില്ല എന്ന് 100% ഉറപ്പാകുമ്പോഴാണ് ഈ പൈലറ്റുമാർ മെയ്ഡേ എന്ന് വിളിക്കുന്നത്. ഇത് കൺട്രോൾ റൂമിലേക്ക് കിട്ടിക്കഴിഞ്ഞ് അവർ തിരിച്ച് വിളിക്കുന്നതിന് മുൻപ് തന്നെ പിന്നെ വിമാന ദുരന്തം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഭയങ്കരമായി നമ്മളെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അവസാന നിമിഷത്തിൽ ആ രക്ഷിക്കൂ എന്ന് പറഞ്ഞതിന് പോലും തിരിച്ചൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. മാത്രമല്ല ഇതിലിനി എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പൂർണ്ണമായും അന്വേഷിച്ച് വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അത് കണ്ടുപിടിക്കട്ടെ. അതെ, അതിപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് ഇതിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകൾ കിട്ടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, അതിലൊരു യാത്രക്കാരൻ വലിയ കാര്യമായ പരിക്കില്ലാണ്ട് രക്ഷപ്പെട്ടു. അത്ഭുതം എന്നേ പറയാനോ. നടന്നു പോയി ആംബുലൻസ് കയറി എന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരിക്കാം, അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് മാത്രമായിരിക്കും ആ ഫ്ലൈറ്റിൽ ആയുസുള്ളത്. 6ാം ഇന്ദ്രിയമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഒരു അപകടം മുൻകൂട്ടി കാണും അദ്ദേഹം. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചാടി ഇറങ്ങുക അസാധ്യമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് ചാടി ഇറങ്ങുക, നമുക്കൊരു അത്ഭുതമാണ് ഇന്നലെ വാർത്ത കണ്ടത്. എന്തായാലും വരട്ടെ, ഇതിന്റെ ദുരൂഹതകൾ മറന്നീക്കി പുറത്തു വരട്ടെ.